ഏഞ്ചൽ ബിൻഡാവേളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ തന്നെ ഈ പോയിന്റ് പറഞ്ഞു തരാവേ. നമ്മള് ഈ മോളിൽ നിന്ന് ഇങ്ങനെ അളന്നു വരണം. ഇങ്ങനെ മോളിൽ നിന്ന് അളന്നു വന്ന് ഇവിടെ 6:30 വരെ വരുമ്പോഴത്തേക്ക് നേരെ ചെരിച്ച് ഇവിടെ 4:30 കൊടുക്കണം. ഈ ചെരിച്ച് 4:30 കൊടുക്കുന്നതിന് മുമ്പ് പോയിന്റ് ഇട്ടേരെ, ഇവിടെ 6:30 പോയിന്റ് ഇട്ടേരെ. അതിന് മുമ്പായിട്ട് ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് നമ്മൾ നേരെ നടു കാണണം. നടു കണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് 2:30 കൊടുക്കണം. അതിനുശേഷം ഇതിന്റെ വീതി, ഈ അടിഭാഗത്തെ വീതി നോക്കണം. 4 ഇഞ്ച് അകലത്തില് ഇവിടുന്ന് ഇവിടം വരെ 4 ഇഞ്ച് അകലത്തില് 3.5 ഇഞ്ച് ഇങ്ങനെ മോൾപോട്ടും കൊടുക്കണം. ഇങ്ങനെ മോൾപോട്ട് കൊടുത്തതിന് ശേഷം ഈ 2 സൈഡും കണ്ടിട്ട്, ഈ 2 സൈഡും നമുക്ക് കാണാമല്ലോ, അതിന്റെ നേരെ ഒരു പോയിന്റായിട്ട് വരണം ഇവിടെ, കണ്ടോ? അപ്പൊ അങ്ങനെയാണ്. അതിനുശേഷമാണ് ഇവിടെ ഈ 6:30 നമ്മൾ ഇവിടുന്ന് വളച്ചിങ്ങനെ കൊണ്ടുവന്നില്ലേ, ആ 6:30 വളച്ച് കൊണ്ടുവന്നതിന്റെ അവിടുന്ന് ഇങ്ങോട്ട് ചെരിച്ചൊരു 4:30 കൊടുക്കണേ. അപ്പൊ ഇവിടെ പോയിന്റ് വരും നമുക്ക്, കണ്ടോ? ഇങ്ങനൊരു പോയിന്റ് കിട്ടും. ഇതാണ് നമ്മുടെ പോയിന്റുകൾ. ഇനി നമ്മൾ എന്നാ എടുക്കണമെന്നറിയാം, ഈ ഭാഗത്ത് വിരൽ വെച്ചും കൊണ്ട് ഇത് ഇങ്ങോട്ട് കമത്തിയിടണം. കമത്തിയിട്ടിട്ട് ഒരു 1.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുമ്പോൾ 3 ഇഞ്ച് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ ഈ പോയിന്റിൽ നമ്മൾ കുത്തിയില്ലേ, ഇവിടെ ഈ 3.5 ഇഞ്ച് മോളിൽ കുത്തിയില്ലേ, അവിടോട്ട് നമ്മളിങ്ങനെ ചെരിച്ച് വരയ്ക്കണം. ചെരിച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടാണ് ഇങ്ങനെ തയ്യൽ വരുന്നത്. ഇങ്ങനെ ഇവിടെ ഇത്. അപ്പോൾ ഇതാണ് നമ്മൾ ബ്ലൗസിന്റെ പോയിന്റുകൾ ചെയ്തിരിക്കുന്നത്. ഇതപ്പോൾ ഇത് ഇവിടമാണ്. അതുപോലെ തന്നെ നമ്മൾ തുണിയുടെ നല്ല വശത്ത് വരയ്ക്കരുത്, അകം വശത്തെ വരയ്ക്കാവുള്ളൂ. ഇതാണ് നല്ല വശം. ഈ നല്ല ഭാഗത്ത് വരയ്ക്കരുത്, ചീത്ത ഭാഗത്ത് വേണം നമ്മൾ വരച്ചിടാനായിട്ട്. ഇതാണ് നമ്മുടെ 3 പോയിന്റുകൾ. ഞാൻ ഇത് തയ്ച്ച് കാണിക്കാം. നമ്മുടെ കട്ടിങ് ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പടി പിടിപ്പിക്കാം. ഈ പടി ഒരെണ്ണത്തെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ കണ്ടോ? ഇതാണ് കട്ടിങ്ങിന്റെ പടി. ഇത് നമുക്കിനിയും പിടിപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഇവിടെ പിടിപ്പിക്കാം. അപ്പൊ തന്നെ നമ്മൾ പോയിന്റുകൾ തയ്ച്ചെടുത്തു, പടിയും പിടിപ്പിച്ചായി. ഈ താഴത്തെ ഈ കട്ടിങ് പടിയും പിടിപ്പിച്ചു. ഇനി നമ്മൾ ഇവിടാണ് പടി പിടിപ്പിക്കേണ്ടത്. പടി പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ വിടവ് വരരുത്. വിടവ് വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ വിടവ് വന്നു കഴിഞ്ഞാൽ ഈ ഷോൾഡർ തള്ളിപ്പോവും, ഇവിടം തള്ളിപ്പോവും. അതിന് വിടവ് വരാതെ വേണം നമുക്ക് തയ്ച്ചെടുക്കാൻ. അതിന് വിടവ് വരാൻ മോളിൽ നിന്ന് കളയാം. മോളിൽ നിന്ന് കളഞ്ഞില്ലേല് താഴെ നിന്ന് ശകലം കളയാം. കളയുമ്പോൾ നല്ല ചേർന്ന് കിട്ടും. ഈ താഴ്ഭാഗം കുറച്ച് 2 സൈഡും കുറച്ച് കളയണം. കളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ചേർന്ന് കിട്ടും. ചേർന്ന് വീഴാതെ ഇങ്ങനെ വിടവോടെ തയ്ക്കല്ലോ ഒരിക്കലും. തയ്ച്ചു കഴിഞ്ഞാലുള്ള ഇത് കണ്ടില്ലേ, ഇങ്ങനൊരു അനുഭവം നമുക്ക് വരും. ഈ ഷോൾഡർ എപ്പോഴും ഇറങ്ങി പോകും.